അങ്ങ് കന്യാകുമാരിയിലെ പ്രെയർ ഗ്രൂപ്പിൽ നിന്നും ഇന്ന് ഇവിടെ നടക്കുന്ന ആഗോള മലയാളി സംഗമത്തിന് എത്തിച്ചേർന്ന ഒരു ചേട്ടനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ചേട്ടാ പേരെന്താ? മൈക്കിൾ നായകം. കന്യാകുമാരിയിൽ നിന്നാണല്ലേ? അപ്പൊ ചേട്ടൻ ഈ കരിസ്മാറ്റിക് മൂവ്മെന്റിലേക്ക് വന്നത് എങ്ങനെയാണെന്നും വന്നതിന്റെ ഒരു അനുഭവമൊക്കെ ഒന്ന് പറയാവോ? അതെ, പറയാമല്ലോ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് 2.5 വർഷമായിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഡിവൈനിൽ പോകും. ഇപ്പോൾ വിശാഖപട്ടണത്തിൽ ഞാൻ ജോലി നോക്കുന്ന സമയത്ത് എൻ്റെ വീടും പള്ളിയും ഒന്നിച്ചാണ്. അപ്പോൾ എന്തിനാണ് ഡിവൈനിൽ പോകുന്നത്, പള്ളിയിൽ ഇരുന്നാൽ പോലെ. അപ്പോൾ അവൻ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മിസ്സസ് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടുകാരനല്ലേ എത്ര പ്രാവശ്യം വന്ന് പറയുന്നു, നിങ്ങളൊരു ഡിവൈനിൽ പോകും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഡിവൈനിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. 96-ൽ വന്നപ്പോൾ ഞാൻ ധാരാളം വായിക്കുന്നവനാണ്, നോട്ടെടുക്കുന്നവനാണ്. പനക്കിലച്ചൻ്റെ 6 ടോക്ക് എൻ്റെ ഈശോയെ ഇങ്ങനെ ദൈവം കൊടുക്കുമോ, എൻ്റെ തലയുള്ള എല്ലാ ഇതും വെള്ളം പോലെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ബൈബിൾ വായിക്കണം, ബൈബിൾ പഠിക്കണം, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ ആഴത്തിലല്ല. അങ്ങനെ കടലിൽ പോകുമ്പോഴൊക്കെ ബൈബിൾ തുറന്ന് വായിക്കും, പക്ഷെ അത്രയും ആഴമായിട്ട് ഈ ധ്യാനം കൂടിയപ്പോൾ മിസ്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നീ മക്കളെയും കൊണ്ട് പോകും, ഞാൻ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞു. അത് പറഞ്ഞു, അതെന്ത് പറച്ചിലാണ്. അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പണി നിർത്തി സുവിശേഷ പ്രഘോഷണം തറവായിട്ട് പഠിച്ചിട്ട് സുവിശേഷ പ്രഘോഷണം. തിരുവനന്തപുരം ലാറ്റിൻ ആർച്ച് ഡയസസിലെ വിവാഹ ഒരുക്ക സെമിനാറിനൊക്കെ ക്ലാസ് എടുക്കും. പിന്നെ തമിഴിലെടുക്കും, മലയാളത്തിലെടുക്കും, ഇംഗ്ലീഷിലെടുക്കും. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കാൻ നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതലേ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലും നീതിയുള്ള ജീവിതം പരിശീലിക്കുന്നതിന് പര്യാപ്തമാകുന്നു. അപ്പോൾ വിശുദ്ധ ലിഖിതമാണ് ഈ ലോകത്തിൻ്റെ വെളിച്ചം. എനിക്കത് ബോധ്യം കിട്ടി. അപ്പോൾ ഏത് പാതിരാത്രിക്കും വചനം എടുത്ത് പറഞ്ഞാൽ ഞാൻ വായിച്ച് പറഞ്ഞു. ചേട്ടനപ്പോൾ പറഞ്ഞല്ലോ, ആദ്യം മിസ്സസ് ഇങ്ങനെ അതെന്താ എന്നുള്ള രീതിയിൽ ഒരു സംസാരിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഇങ്ങനെ ജോലി ഉപേക്ഷിച്ച് മുഴുവൻ സമയം സുവിശേഷ പ്രഘോഷണത്തിന് ഇറങ്ങാനായിട്ട് തീരുമാനിക്കുമ്പോൾ എങ്ങനെയായിരുന്നു അവരുടെ പ്രതികരണം? അവരെ എങ്ങനെയാണ് കൺവിൻസ് ചെയ്തത്? അവരോട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു മദ്യപാനിയല്ല, ആ ചിലവ് നിനക്കില്ല, ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നവനാണ്. പ്രാർത്ഥിച്ചാൽ പോയ പൈസ കിട്ടുകയില്ല, ഞാൻ പൈസ മേടിക്കത്തുമില്ല, ദൈവം നമ്മളെ നോക്കിക്കൊള്ളും എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ ഞാൻ പോകും. അപ്പോൾ പറഞ്ഞു, അങ്ങനെ ഒരു ബോധ്യം എനിക്കുണ്ട്. അപ്പോൾ നിങ്ങൾ 3 മക്കളുടെ വിദ്യാഭ്യാസവും കർത്താവും എല്ലാം ക്രമീകരിച്ചു. 2 മക്കൾക്ക് ബാങ്ക് ലോൺ കിട്ടി, ഒരു മകൾക്ക് എല്ലാം ഫ്രീ. ഈ സുനാമി വന്ന സമയത്ത് എൻ്റെ ഒരു മോള് ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിങ്, ആ സമയത്ത് ഫിഷർമാൻ്റെ മക്കൾക്കെല്ലാം ഫ്രീ എഡ്യൂക്കേഷൻ കൊടുത്തു. എൻ്റെ മോൾക്ക് ഫ്രീ എഡ്യൂക്കേഷനായി. ദൈവമെല്ലാം പരിപാലിക്കുക, അത് അനുഭവിച്ച് എത്ര പറഞ്ഞാലും തീരുകയില്ല. ചേട്ടനിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 30 വർഷമായിട്ട് ഈ ഒരു മൂവ്മെന്റിലുണ്ട്, കരിസ്മാറ്റിക് മൂവ്മെന്റിലുണ്ട്. ചേട്ടൻ ഈ കരിസ്മാറ്റിക് മൂവ്മെന്റിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായ ഒരു വലിയൊരു ദൈവാനുഭവം അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? പറ്റുമല്ലോ. ഈ മൂവ്മെന്റിൽ വന്നതിന് ശേഷം നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും കർത്താവ് തരുന്നുണ്ട്. എന്ത് പ്രാർത്ഥിച്ചാലും. മക്കളുടെ വിദ്യാഭ്യാസം, മോനെ SSLC ഒരു 9ാം ക്ലാസ്സിൽ തോറ്റ. അപ്പോൾ എടാ, 1 വർഷം നീ കളഞ്ഞല്ലോ, എനിക്ക് സങ്കടമുണ്ടെന്ന് പറഞ്ഞു. ഒരു 2ാം പ്രാവശ്യം SSLCക്ക് എഴുതുമ്പോൾ ഞാനും ഭാര്യയും മുട്ടിലിരുന്ന് കൈവരിച്ച് പ്രാർത്ഥിക്കുക, അവൻ്റെ പരീക്ഷ തീരുന്നത് വരെ. എൻ്റെ ഒരു കൂട്ടുകാർ വന്ന ഇവിടെ നീ എന്താ ചെയ്യുന്നപ്പോൾ അൻസോഫ് പരീക്ഷ എഴുതുകയാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവനൊരു ഭയങ്കര അനുഭവമായിരുന്നു. മക്കൾ പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ മുട്ടിലിരുന്ന് പ്രാർത്ഥിക്കണം. അവർ മാത്രം എഴുതിയാൽ പോരല്ലോ, നമ്മളുടെ പങ്ക് വേണമല്ലോ. അപ്പോൾ അതിന് ശേഷം തോൽക്കുക എന്നുള്ള പരിപാടി നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. മക്കൾക്കും അങ്ങനെ തന്നെ. തോൽവി ഏഴായാലും വരികയില്ല. ഞാൻ കാലത്ത് എണീപ്പിക്കുമ്പോൾ പറയും, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. ഇത് പറഞ്ഞ് എണീക്കാവൂ, ആര് നിന്നെ എണീപ്പിച്ചാലും ശരി. മോളെ, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, എണീറ്റ് പോകും. അതൊരു പ്രത്യേക അനുഭവമാണ്. കുടുംബത്തിൽ ഇതൊക്കെ വേണം. ഇതില്ലാതെ എന്ത് ചെയ്താലും ഒരു രക്ഷയില്ല. നമ്മൾ ആ രക്ഷയുടെ അനുഭവം അനുബന്ധിക്കുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. ചേട്ടൻ ഇപ്പോൾ ഒരു കരിസ്മാറ്റിക് മൂവ്മെന്റിലേക്ക് വന്നതിന് ശേഷം കുടുംബത്തിന് ആ ഒരു അനുഭവം പകർന്നു കൊടുത്ത ആളാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു 50 വർഷമൊക്കെ തികഞ്ഞ് നമ്മൾ ഈ ഒരു മലയാളി സംഗമത്തിൽ നിൽക്കുമ്പോൾ കുടുംബങ്ങളിലേക്ക് ഈ ഒരു കരിസ്മാറ്റിക് മൂവ്മെന്റ് ഇറങ്ങി ചെല്ലേണ്ട ഒരു ആവശ്യകത എന്താണെന്നാണ് ചേട്ടന് തോന്നുന്നത്? തീർച്ചയായിട്ടും ആവശ്യകത വേണം. കുടുംബത്തിലേക്ക് ഇറങ്ങണം. കുടുംബം ഇല്ലെങ്കിൽ സഭയില്ലല്ലോ, രൂപതയില്ലല്ലോ, ഫെറോന ഇല്ലല്ലോ. കുടുംബമില്ലാതെ എന്തോ ചെയ്യും? സെമിത്തേരിയിൽ ഉറങ്ങുന്നവരുടെ അടുത്തെടുത്ത് ചെന്ന് പറയുമോ? ഇല്ല. കുടുംബത്തിലാണ് ഇത് വേണ്ടത്, കുടുംബത്തിലാണ് ഇത് പകരേണ്ടത്. ഈ പഠിക്കാൻ പോകുന്ന മക്കളുടെ മുമ്പിൽ കുടുംബത്തിൻ്റെ ഫോട്ടോ ഉണ്ടായിരിക്കണം. കുടുംബത്തിൻ്റെ ഫോട്ടോ. അവൻ പാഠം പഠിക്കുമ്പോൾ, അവൻ ഇറങ്ങി പോകുമ്പോൾ, പുറത്ത് വരുമ്പോൾ, ഇരിക്കുമ്പോഴും അവൻ കാണുന്നത് കുടുംബത്തെയാണ്.
അപ്പോൾ ഈ കുടുംബത്തിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്തു പോയാൽ എന്നെ ദൈവം നോക്കുകയല്ലേ. ആ ബോധ്യം ഉണ്ടായാൽ ഒരു 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 ദുഷ്പ്രവൃത്തിക്കും പോകുകയില്ല. എൻ്റെ ചേച്ചിയുണ്ട്, എൻ്റെ അനിയത്തിയുണ്ട്, പപ്പയുണ്ട്, ഡാഡിയുണ്ട്, അതൊക്കെ അവനൊരു ബോധ്യമായിരിക്കും. അല്ലാതെ പോകുന്നത് ഒന്നും ആരും കാണാനില്ല, എന്ത് വേണമെങ്കിലും ചെയ്തുകൊണ്ട് പോകാമല്ലോ. അങ്ങനെയല്ല അതിൻ്റെ പറ്റാട്. കുടുംബം ദൈവത്തിൻ്റെ ആദ്യത്തെ പ്രൊഡക്റ്റാണ്. ആദാവും ഈശോയുമാണ്, ദൈവമാണ് അതിൻ്റെ പ്രൊഡക്റ്റ്. നമ്മൾ ആ ബോധ്യം മക്കൾക്ക് കൊടുക്കണം. ഇന്ന് ലോകം വിരൽത്തുമ്പിലാണ്. എവിടെ തൊട്ടാലും എന്ത് വേണമെങ്കിലും അവർക്ക് ചെയ്യാം, നമുക്കും ചെയ്യാം. പക്ഷേ നമ്മൾ കൺട്രോൾ ചെയ്യുക. പിന്നെ സമയത്തിൻ്റെ ഉപയോഗം. ചുമ്മാ മൊബൈൽ തട്ടിക്കൊണ്ടിരുന്ന എന്ത് കിട്ടാനാണ്? ഇതൊക്കെ കുടുംബത്തിൽ ഈ സ്വീകരണം കൊടുക്കണം. കൃത്യം 7 മണിക്ക് വീട്ടിൽ ഒരാളിരുന്നാലും ജപമാല തുടങ്ങിക്കൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലൊരാൾ ഞാൻ ഡാഡി ലേറ്റായിട്ട് വരും, അങ്ങനെ ഇങ്ങനെ, അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. 7 മണിക്ക് ജപമാല ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ബൈബിൾ വായിക്കും. ഒരാൾ ഇംഗ്ലീഷിൽ വ്യാഖ്യാനിക്കും, ഒരാൾ മലയാളത്തിൽ പറയും. ഇപ്പോൾ 2 പേർക്കും ഇംഗ്ലീഷിലും വരുന്നുണ്ട്, മലയാളത്തിലും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിട്ട കൊടുത്തപ്പോൾ 3 പേരും മാസ്റ്റേഴ്സ് ഡിഗ്രി ഡീസൻ്റായിട്ട് എടുത്തു. എൻ്റെ മോള് ബാംഗ്ലൂരിലാണ് പഠിച്ചത്. ബാംഗ്ലൂരിൽ ആ കോളേജിൽ ക്രിസ്തു ജയന്തി കോളേജിൽ ഫസ്റ്റ് റാങ്ക് MBA. അപ്പോൾ അവൾ 5-6 ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്നതാണ്. കർത്താവ് വളരെ ഏറെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എണ്ണയിലടങ്ങാത്ത അനുഗ്രഹമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ബൈബിൾ വാങ്ങിക്കാൻ പോകില്ലാത്ത എനിക്ക് ഞാൻ ഒരു 1000-ൽ കൂടുതൽ ബൈബിൾ ജനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞു. എൻ്റെ അമ്മയുടെ അടുത്ത് 40 രൂപ ചോദിച്ചൊരു ബൈബിളിന്. അപ്പോൾ 40 രൂപയാ എന്ന് പറഞ്ഞ അമ്മ ഒരുമാതിരി വെച്ചപ്പോൾ ഞാൻ ചോദിക്കാൻ പോയില്ല. ഒരച്ഛൻ ഒരു ബൈബിൾ തന്നു. അത് പഠിച്ചതിന് ശേഷം കിട്ടിയ വരുമാനത്തിൽ 10% ബൈബിൾ മേടിച്ച് കൊണ്ടു കൊടുക്കുക. മേടിക്കാൻ വന്നില്ലെങ്കിലോ? അപ്പം നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോൾ ഒരു വചനം പറഞ്ഞു കൊടുക്കാമല്ലോ. അങ്ങനെയാണ് നമ്മൾ വളരുന്നത്.